ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ തുടരുന്നു. കര നാവികസേനയുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഗംഗാവലി പുഴയുടെ മധ്യഭാഗത്ത് നാവികസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. ഇതിന്റെ ആകാശ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ന്യൂസ് മലയാളം സംഘത്തെ പോലീസ് തടഞ്ഞു. ഡ്രോൺ പിടിച്ചെടുക്കാനും കർണാടക പോലീസ് ശ്രമിച്ചു. ഇതിന് പ്രദേശത്ത് ഡ്രോൺ പറത്തുന്നതിന് വിലക്കേർപ്പെടുത്തി. സരീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സരീഷ്, ഈ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ വന്നിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇതിന്റെ ആകാശ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കുന്ന നമ്മുടെ ന്യൂസ് മലയാളം ചാനലിന് ഉൾപ്പെടെ അവർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തിരച്ചിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? തിരച്ചിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അതിൻ്റെ ഭാഗമായാണ് അല്പസമയം മുൻപ് ബൂം ഈ മേഖലയിലേക്ക് എത്തിയത്. ഇത് റെസ്ക്യൂവിന് ഏറ്റവും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തെ ഏറ്റവും നിർണായകമാവാൻ പോകുന്ന ഒന്നാണ്. കാരണം ഈ മണ്ണുൾപ്പെടെ നീക്കുന്നതിനായി, അതായത് പുഴയിൽ ഉള്ള മണ്ണുൾപ്പെടെ നീക്കുന്നതിന് ഏറ്റവും അടിയന്തരമായി ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായി ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ബൂം ഉപയോഗിച്ചാവും. കാരണം കരയ്ക്ക് മുകളിൽ നിൽക്കുന്ന മണ്ണ് മാത്രമേ, അല്ലെങ്കിൽ പുഴയും മണ്ണും ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ ഈ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കാനാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മണ്ണ് നീക്കണമെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നീളമേറിയ കൈകളുള്ള മെഷീനുകൾ ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബൂം മെഷീൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഏതാണ്ട് 60 അടിയോളം ആഴത്തിലും ഒപ്പം തന്നെ വീതിയിലും മണ്ണ് നീക്കാൻ ഇതിലൂടെ സാധിക്കും. ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിയ ബൂമിന് ഈ പ്രദേശവാസികൾ സ്വീകരണം നൽകുകയാണ്. കാരണം കുറച്ച് നാളുകളായി ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ ആവേശം ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതെത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ അരുണിനെയും ഒപ്പം തന്നെ പ്രദേശവാസികളായ ആളുകളെയും കണ്ടെത്താനാകൂ എന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം സ്വീകാര്യത ഈ ബൂം എത്തിച്ചപ്പോൾ നൽകുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, ഈ വാഹനം എത്തുന്നതോടെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടെ തന്നെ യഥാർത്ഥത്തിൽ വലിയൊരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ ശുഭകരമായ ഒരു വാർത്ത ഉണ്ടാവും എന്ന് സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ വാഹനം ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ദൂരെയാണ് ഈ വാഹനമുള്ളത്. മാധ്യമങ്ങളൊക്കെ നിൽക്കുന്ന മേഖലയിലാണ് ഈ വാഹനത്തിന് ഇപ്പോൾ സ്വീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ നടക്കാൻ പോകുന്ന സാഹചര്യം എന്ന് വേണം പറയാൻ. കാരണം അതിന് ആവശ്യമായ സഹായങ്ങൾ, സാങ്കേതിക സഹായങ്ങളെല്ലാം നേരത്തെ തന്നെ എത്തിച്ചു കഴിഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഈ ബൂം എത്തുന്നത്. ഇനി ഈ കരയിൽ നിന്നും നീക്കുന്നതിനോടൊപ്പം തന്നെ പുഴയിലെ ഉൾപ്പെടെയുള്ള മണ്ണ് ഈ കരയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാനാവും. നേരത്തെ ഈ പുഴയ്ക്ക് മുകളിൽ നിൽക്കുന്ന മണ്ണ് മാത്രമാണ് JCBയും ഇറ്റാച്ചിയും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് നീക്കാനായത്. എന്നാൽ അടിത്തട്ടിൽ, അതായത് പുഴയുടെ താഴേക്ക് ഒരു തരത്തിലും മണ്ണ് നീക്കാനായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ബക്കറ്റ് ഉള്ള അല്ലെങ്കിൽ 60 അടിയോളം താഴ്ചയിൽ കുഴിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ യന്ത്രം ബൂം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരുപക്ഷെ അരമണിക്കൂറിനുള്ളിൽ ഈ വാഹനം അവിടെ എത്തുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ തന്നെ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കാനാകും എന്നാണ് മനസ്സിലാകുന്നത്. കൃത്യമായി ആദ്യഘട്ടം മുതൽ പ്രദേശവാസികളും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരും എല്ലാം ആവശ്യപ്പെട്ടത് കുഴിയെടുക്കുന്ന രീതിയിലുള്ള മണ്ണ് എല്ലാ സ്ഥലത്തു നിന്നും ഒരേ സമയം നീക്കം ചെയ്യില്ല, മറിച്ച് കുഴിയെടുത്ത് പരിശോധന നടത്തുന്ന രീതിയിലുള്ള പക്ഷേ അന്നൊന്നും ഉദ്യോഗസ്ഥർ ഇതിന് തയ്യാറാകുന്നില്ല. ഒടുവിൽ ഈ ഭാഗത്ത്, അതായത് ഭാഗത്തെ മണ്ണ് മുഴുവനായി നീക്കിയ ശേഷം ഇപ്പോൾ പുഴ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ മെഷീൻ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് എത്തിയതോടെ പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. കാരണം സംശയിച്ചിരുന്നത് സിഗ്നൽ ലഭിച്ച ഭാഗം അല്ലെങ്കിൽ പോലും എല്ലാവരും സംശയിച്ചിരുന്നത് ഈ പുഴയോട് അല്ലെങ്കിൽ കരയോട് ചേർന്നിട്ടുള്ള പുഴ ഉണ്ടാവാം എന്നുള്ള സംശയമായിരുന്നു എല്ലാവരും പങ്കുവച്ചിരുന്നത്, ഈ പ്രദേശവാസികൾ പങ്കുവച്ചിരുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും GPS ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇടതുഭാഗത്ത് വാഹനം പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് നടത്തിയത്. അവിടെ 2 ദിവസവും തെരച്ചിൽ നടത്തി മണ്ണേതാണ്ട് മാറ്റിയിട്ടും ഈ വാഹനം കണ്ടെത്താൻ സാധിക്കാഞ്ഞതോടെയാണ് ഇത്തരത്തിൽ വലതുഭാഗത്ത് തന്നെ പരിശോധന നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിന്നും ഈ മണ്ണ് നീക്കം ചെയ്യുന്നതോടെ
ഇന്ന് വൈകിട്ടോടെ ഒരുപക്ഷെ വാഹനം ഇവിടെ ഉണ്ടോ എന്ന സ്ഥിരീകരണത്തിൽ എത്താനാവും. പക്ഷേ ഈ വാഹനം പ്രാവർത്തികമാവുന്നത്, യഥാർത്ഥത്തിൽ മണ്ണ് നീക്കം ചെയ്യാനാവുന്നത് ഈ വലതുഭാഗത്തുള്ള അല്ലെങ്കിൽ ലക്ഷ്മണൻ എന്ന വ്യക്തിയുടെ കടയുടെ പിന്നിലുള്ള ആ അടിഞ്ഞുകൂടിയ മണ്ണ് മാത്രമായിരിക്കും നീക്കം ചെയ്യാനാകുക. അതിനപ്പുറം വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ പുഴയുടെ നടുഭാഗത്ത് വലിയ ഉയരത്തിൽ മണ്ണ് നിൽക്കുന്നുണ്ട്. പുഴയേക്കാൾ ഉയരത്തിൽ മണ്ണ് നിൽക്കുന്നുണ്ട്. ആ മണ്ണ് എങ്ങനെയാണ് നീക്കം ചെയ്യുക എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം 2 തവണ സിഗ്നൽ ലഭിച്ചതും ഈ പുഴയുടെ നടുഭാഗത്തുള്ള, അതായത് റോഡിൽ നിന്ന് 40 മീറ്റർ അകലെയുള്ള ഈ റോഡിന്റെ നടുഭാഗത്തായുള്ള മണൽത്തിട്ടയിൽ നിന്നാണ് 2 തവണയും സിഗ്നൽ ലഭിച്ചത്. അത് റഡാർ സിഗ്നൽ ആവട്ടെ, അല്ലെങ്കിൽ ഇന്നലെ ഈ നാവികസേന നടത്തിയ സോണാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും 2 സിഗ്നലും ലഭിച്ചിരിക്കുന്നത് ആ മണൽത്തിട്ടയിൽ നിന്നാണ്. അപ്പോൾ ഏത് തരത്തിലാണ് ആ മണൽ നീക്കം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇവിടെ, അതായത് ആദ്യഘട്ടത്തിൽ ഈ കരയോട് ചേർന്നുള്ള ഭാഗത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്താൽ തീർച്ചയായും വാഹനം ലഭിക്കും. ഇനി അങ്ങനെ ഒരു തരത്തിലുള്ള സൂചനയും ലഭിച്ചില്ലെങ്കിൽ മാത്രം മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ റോഡിന്റെ പുഴയുടെ നടുഭാഗത്തുള്ള പരിശോധന പൂർത്തിയാക്കാം എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഡ്രോൺ ഉൾപ്പെടെയുള്ളവ നാളെ എത്തിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് തന്നെ എത്തിക്കാനുള്ള സംവിധാനമായിരുന്നു ശ്രമിച്ചത്. പക്ഷേ അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കാർവാർ MLA ഇപ്പോൾ പ്രതികരിക്കുക. വാട്ടർ ബോഡി ഇറ്റ് വിൽ സ്ക്രാച്ച് അപ് ടു 60 feet and I'm thinking that we will get some positive this thing. First, where you want to excavate this one? Where the shop is there, no, there one. Up to what limit? Up to 60 feet and up to 20 meter. 20 meter length, breadth and 60 meter depth. After that, one more radar will also come. And drone will also come. We will put all our efforts, okay? Thank you. 20 മീറ്റർ നീളത്തിലും 60 അടി താഴ്ചയിലും മണ്ണ് നീക്കാൻ പറ്റുന്ന വാഹനമാണ് ഈ ബൂം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഡ്രോൺ വരുന്നുണ്ട്. ഒരു റഡാർ കൂടി, അത്യാധുനിക സംവിധാനമുള്ള ഒരു റഡാർ കൂടി ഈ മേഖലയിലേക്ക് എത്തിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഡ്രോൺ എത്തും എന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വിമാനത്തിൽ ആ ഡ്രോൺ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ റെയിൽ മാർഗം കൊണ്ടുവരാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ ഉച്ചയോടെ ആ റെയിൽ മാർഗം തന്നെ അത് ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും പരിശോധന, ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുക. അതോടൊപ്പം റഡാറുകൾ കൂടി എത്തുന്നതോടെ പരിശോധന സൂക്ഷ്മമാവും. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇന്ന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗുണകരമായ വാർത്ത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാകും എന്നുള്ളത് തന്നെയാണ്. അതിന് തുടർച്ചയായി അദ്ദേഹം പറയുന്നത്, എൻ്റെ പ്രതീക്ഷയെല്ലാം അവിടെ ഉണ്ടാവും. അതായത് ഈ വാഹനം ഈ ലോറി ഈ റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് തന്നെ ഉണ്ടാവും എന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് ഞാൻ എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തേക്ക് ഈ ബൂം കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം വീണ്ടും സജീവമാവും എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 60 അടി താഴ്ചയിൽ വരെ മണ്ണെടുക്കാനാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും വളരെ പ്രതീക്ഷയോടെ ആ മേഖലയിൽ പരിശോധനകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ വൈകിട്ടോടെ തന്നെ ഏതെങ്കിലും രീതിയിൽ 60 അടിയിൽ താഴ്ചയിൽ കുഴിക്കാനാകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഏതാണ്ട് 35 അടി താഴ്ചയിൽ മാത്രമാണ് ഇനി കുഴിയെടുക്കേണ്ടത്. സ്വാഭാവികമായും മണ്ണെടുക്കുകയും കുഴിയുകയും ചെയ്യുന്നതോടെ വലിയ പ്രതീക്ഷ ഉണ്ടാവും. അല്ലെങ്കിൽ ഉള്ളിൽ ഒരുപക്ഷെ 3-4 മണിയോടെ തന്നെ വാഹനം കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യം ഒരു സ്ഥലത്ത് മണ്ണെടുപ്പ് പൂർത്തിയാക്കി പരിശോധന നടത്തുന്നു. ഇനി അവിടെ ആ വാഹനം കണ്ടെത്താനായില്ലെങ്കിൽ തൊട്ടടുത്ത മുൻപിലും പുറകിലുമായി 10 മീറ്റർ വ്യത്യാസത്തിൽ വാഹനത്തിൽ 10 മീറ്റർ വലതുഭാഗത്തും ഇടതുഭാഗത്തും 10 മീറ്റർ വ്യത്യാസത്തിൽ വാഹനം കുഴിയെടുക്കാനാവും എന്ന് തന്നെയാണ് പറയുന്നത്. MLA മാരെല്ലാം തന്നെ ഇപ്പോൾ ആ മേഖലയിലേക്ക് പോവുകയാണ്.
തീർച്ചയായും അത്തരത്തിൽ എല്ലാവരെയും MLA നേരത്തെ പറഞ്ഞത് ആളുകളെ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഈ വാഹനം എത്തിച്ചതിന് ശേഷം കടത്തിവിടുമെന്നാണ്. പക്ഷേ ഇപ്പോഴും ആ മേഖലയിലേക്ക് കടത്തിവിടാൻ പോലീസുകാർ തയ്യാറായിട്ടില്ല. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ കാണുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ആ ഭാഗത്ത്, അതായത് കരയും പുഴയും ചേരുന്ന ഭാഗത്ത് അതിന് ആവശ്യമായ വിദഗ്ധരെ ആ മേഖലയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇവരുടെ ആവശ്യപ്രകാരം, സേനയുടെയും ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരുടെയും ആവശ്യപ്രകാരം മുൻ സൈനികനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. നാവികസേന, വ്യോമസേന നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ പരിശോധനയ്ക്കായി ഇവിടേക്ക് എത്തിയിരുന്നു. ഹെലികോപ്റ്റർ മാർഗമൊക്കെ തന്നെ ഇവിടെ ഭൂമിയിലെത്തി പരിശോധന, അതായത് റഡാർ, ഡ്രോൺ എങ്ങനെ ഏത് രീതിയിൽ വിക്ഷേപണം നടത്താം, എങ്ങനെയായിരിക്കാം ഭൂമിയുടെ ഒരു ഘടന തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായാണ് അല്പസമയം മുൻപ് വ്യോമസേന അംഗങ്ങൾ ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും നിർണായകമാവാൻ പോകുന്നതും ഇന്ന് എത്തിച്ച ഭൂമുമായി ബന്ധപ്പെട്ട പരിശോധനയാണ്. ശരി സരീഷ്, അവിടെ തന്നെ തുടരുക. കൂടുതൽ വിവരങ്ങൾ ഓരോ നിമിഷവും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നിഖിൽ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, വളരെ പെട്ടെന്ന് മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. പെയ്യുന്ന മഴയാണെങ്കിൽ തന്നെ അതിശക്തമായ രീതിയിൽ പെയ്യുന്ന ഒരിടം തന്നെയാണ് ശിരൂർ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അതിന്റെ നേർക്കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ബൂം മെഷീൻ എത്തിച്ച് പരിശോധന നടത്താൻ ഒരുങ്ങുന്നു. ഒപ്പം തന്നെ ഈ നാളെ മുതൽ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും കാലാവസ്ഥ ഏത് രീതിയിലാണ് ഇന്ന് അവിടെ ഉള്ളത്? വീണ, ഇന്ന് അനുകൂലമായൊരു കാലാവസ്ഥയാണ് രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. അല്പസമയം മുൻപ് പെയ്ത ഒരു മഴ ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് പൊതുവെ ഈ തെരച്ചിലിനും ഒപ്പം തന്നെ അനുബന്ധ പരിശോധനകൾക്കും അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ് ഉള്ളത്. പരമാവധി അതിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന സംഘം ലക്ഷ്യമിടുന്നതും. അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതും. അതേസമയം ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള ഒരു വിലക്ക് എന്ന രീതിയിൽ വരുന്നു എന്നുള്ളതാണ്. ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് പൂർണ്ണമായും പ്രദേശത്ത് ഇപ്പോൾ പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ ഡ്രോൺ ക്യാമറകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ന്യൂസ് മലയാളത്തിന്റെ ഡ്രോൺ ക്യാമറയും ഒപ്പം ഡ്രോൺ ക്യാമറ ഓപ്പറേറ്ററെയും കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് ഒരു വാണിംഗ് എന്ന രീതിയിൽ ആണ് ഇനി ഇവിടെ ഈ ഡ്രോൺ ക്യാമറകൾ പകർത്തി ദൃശ്യങ്ങൾ ചിത്രീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് പോലീസ് പിന്നീട് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ പോലീസിന്റെ നിയന്ത്രണങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുമുണ്ട്. എന്തായാലും ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ തുടരുകയാണ്. കര നാവികസേനയുടെ നേതൃത്വത്തിലൊക്കെയാണ് പരിശോധന നടക്കുന്നത്. ഗംഗാവലി പുഴയുടെ മധ്യഭാഗത്ത് നാവികസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇതിന്റെ ആകാശ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ന്യൂസ് മലയാളം സംഘത്തെ പോലീസ് തടഞ്ഞു. ഡ്രോൺ പിടിച്ചെടുക്കാനും ഒക്കെ കർണാടക പോലീസ് ശ്രമിച്ചിരുന്നു. ഇതിന് പ്രദേശത്ത് ഡ്രോൺ പറത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു.